അടുത്തൊരു മുംബൈയിൽ റീത്തയുടെ അഹങ്കാരത്തിന് അറുതി വരുത്തുകയാണ് അലീന എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട് പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അതായത് എപ്പിസോഡിലേക്ക് കടക്കുകയാണെങ്കിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നമ്മുടെ റീത്ത നമ്മുടെ അച്ഛനുമായി ചേർന്ന് സ്റ്റാലിൻ്റെ വീട്ടിലേക്ക് വരാനായിട്ട് ഒരുങ്ങുകയാണ്. ഇതേ സമയം അച്ഛൻ റീത്തയോട് പറയുന്നുണ്ട്, അതായത് ഫോണിലൂടെ വിളിച്ചപ്പോൾ തനിക്ക് നല്ല അനുഭവമൊന്നുമല്ല ഉണ്ടായതെന്നും ആ അനുഭവം വളരെ മോശമായിരുന്നു എന്നും റീത്തയോട് പറയുകയാണ് നമ്മുടെ പള്ളിയിലെ അച്ഛൻ. ഇതേ സമയം എന്തു തന്നെ ആയാലും അവനെ ഇന്ന് ചോദ്യം ചെയ്ത് പൊളിച്ചടുക്കിയിട്ടുള്ള കാര്യമുള്ളൂ എന്ന് പറയുന്നത് കാണാൻ കഴിയും. അവനെ അങ്ങനെ വിടാനായിട്ട് പാടില്ല. ഇത്രയും ചതി നമ്മളോട് ചെയ്തിട്ട് അവൻ കൈയും കെട്ടി മിണ്ടാതിരിക്കാനും അവൻ്റെ ഓച്ചാരം കേൾക്കാനുമല്ലല്ലോ അച്ചോ നമ്മൾ നിൽക്കുന്നത്. നമുക്ക് രണ്ടിലൊരു തീരുമാനം അറിയണം, അത്ര മാത്രമേ ഉള്ളൂ. തീരുമാനം നമുക്ക് എന്തായാലും അറിഞ്ഞേ പറ്റുകയുള്ളൂ എന്ന് പറയുന്നത് കാണാൻ കഴിയും, സാധിക്കും. ഇതേ സമയമാണെങ്കിൽ റീത്തെ, നിങ്ങൾ എന്ത് ഭാവിച്ചാണ് അവൻ ഒരു ഇടഞ്ഞ കൊമ്പനാണ് എന്ന് പറയുമ്പോൾ ഇടഞ്ഞ കൊമ്പനെ ചിരിക്കാൻ എനിക്ക് നല്ല രീതിയിൽ അറിയാം അച്ഛാ. അതുകൊണ്ട് തന്നെ അച്ഛൻ അതൊന്നോർത്ത് പേടിക്കുകയോ പേടിപ്പിക്കുകയോ വേണ്ട എന്ന് പറയുന്നത് കാണാൻ സാധിക്കും, കഴിയും. ഞാനതൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്തോളാം എന്ന് പറയുന്നു. അച്ഛൻ എൻ്റെ കൂടെ നിന്ന് മതി എന്ന് പറയുന്നു. തുടർന്ന് സ്റ്റാലിനുമായിട്ട് റീത്ത സംസാരിക്കാൻ തുടങ്ങുന്നു. അച്ഛൻ മാധ്യസ്ഥം നിൽക്കുന്നത് കൊണ്ട് തന്നെ സ്റ്റാലിനാണെങ്കിൽ അച്ഛനോട് പറയാണ്, എന്തിനാണ് അച്ഛാ നിങ്ങൾ ഇപ്പോൾ ഈ സ്ത്രീയെ കൊണ്ട് ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയും. അപ്പോഴാണെങ്കിൽ എൻ്റെ പൊന്ന് സ്റ്റാലി, നീ ഇവർക്ക് പറയാനുള്ളതും കൂടി ഒന്ന് കേൾക്ക്. അല്ലാതെ ഏത് സമയവും നിൻ്റെ ഇഷ്ടം മാത്രം ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയാകില്ല എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ ആര് പറയണം, നമ്മുടെ സ്റ്റാലി പറയുന്നുണ്ട്, ഈ കാര്യത്തിൽ എനിക്ക് മറ്റുള്ളവരുടെ വാക്കോ അനുസരണമോ ആവശ്യമില്ല എന്ന് തോന്നുകയാണ്. എൻ്റെ മകൾ എൻ്റെ കൂടെ നിൽക്കുന്നത് തന്നെയാണ് എനിക്കിഷ്ടം എന്ന് പറയുന്നത് കാണാം. തുടർന്നാണെങ്കിൽ തന്നെ തള്ളിക്കളഞ്ഞു പോയവരോട് തനിക്ക് ചോദിക്കേണ്ട ആവശ്യകതയുമില്ല എന്ന് സ്റ്റാലി പറയാണ്. അപ്പോഴേക്കും റീത്ത അതിൽ കയറി പിടിക്കുകയാണ് എന്ന് കാണാൻ സാധിക്കും. ഞങ്ങൾ തള്ളിക്കളഞ്ഞെന്നോ? നീ ഇങ്ങനെ നടന്നതുകൊണ്ടും നിൻ്റെ ഇങ്ങനത്തെ വഴികളിലെ പോക്ക് ഞാൻ തിരിച്ചറിഞ്ഞ് എൽസമ്മയോട് പറഞ്ഞതുമാണോ ഇപ്പോൾ ഇത്ര വലിയ തെറ്റ്? കാര്യങ്ങളിപ്പോൾ എൽസമ്മയ്ക്ക് ബോധ്യമായിട്ടില്ലേ എന്ന് ചോദിക്കുന്നു. ഒടുവിൽ സത്യങ്ങളെല്ലാം പുറത്തു വന്നില്ലേ എന്ന് ചോദിക്കുന്നു. നിങ്ങളൊരൊറ്റ ഒരുത്തിയാണ് എന്നെക്കൊണ്ട് ഈ തീരുമാനം എടുപ്പിച്ചതെന്ന് പറയുന്നു. കാരണം നല്ല രീതിയിൽ പോയ എൻ്റെ ജീവിതം നശിപ്പിച്ച നിങ്ങളോട് ഉള്ള പക കാരണമാണ് ഞാൻ ഈ തീരുമാനമെടുത്തതെന്ന് പറയുന്നു. പിന്നെ അവൾ 100% എൻ്റെ മകളായതുകൊണ്ട് അതിൽ നിങ്ങൾക്ക് കണ്ണുകടി എന്താണെന്നൊക്കെ എനിക്ക് നല്ല രീതിയിൽ അറിയാം. അവൾക്ക് വല്ല സ്വത്തോ കാര്യങ്ങളോ പോയാലോ എന്നുള്ള കണ്ണുകടിയും കാര്യങ്ങളും അല്ലേ റീത്താമ്മേ എന്ന് ചോദിക്കുകയാണ് സ്റ്റാലി എന്ന് കാണാൻ സാധിക്കും. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ റീത്താമ്മ ഒന്നും മിണ്ടുന്നില്ല എന്ന് കാണാം. നിങ്ങൾക്ക് എന്തിനാണ് പണത്തോട് ഇത്ര ആർത്തി എന്ന് സ്റ്റാലിൻ ചോദിക്കുന്നു.
നിങ്ങൾക്ക് ചോദിച്ചതിനും മേലെ പണം ഞാൻ തരുന്നുണ്ടല്ലോ, പിന്നെ എന്താണ് കുഴപ്പമെന്ന് ചോദിക്കുന്നു. കൂടാതെ ടെസ, അവളെ ചികിത്സിക്കാനായിട്ട് ഒരുപാട് പണം നിങ്ങൾ എൻ്റെ നിന്ന് മേടിച്ചില്ലേ? എന്നിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ അവളെ ചികിത്സിക്കാതിരുന്നത് എന്നുള്ള ചോദ്യവും വികാരിയച്ഛൻ്റെ മുൻപിൽ വെച്ച് സ്റ്റാൻലി ചോദിക്കുന്നു, ആവർത്തിക്കുന്നു. ഇതേ സമയം എൻ്റെ റീത്തെ, ഇതെന്തൊക്കെയായി പറയുന്നേ? ഇവൻ പൈസ തന്നിട്ട് നീ ചികിത്സിച്ചില്ലേ എന്ന് ചോദിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ എൻ്റെ അച്ഛോ, ഇയാൾ പിടിച്ചു നിൽക്കാൻ വേണ്ടി നുണ പറയുന്നതാണ് എന്ന് പറഞ്ഞ് നാവെടുക്കാല അലീന വരികയാണ് അവിടേക്ക്. എൻ്റെ പപ്പ എന്തിനാണ് നുണ പറയുന്നത്? പപ്പയുടെ മകളെ ചികിത്സിക്കാനും ഭാര്യയും മക്കളെയും നോക്കാനും മാസപ്രതി നിങ്ങൾ ഒരുപാട് തുക ഈടാക്കുന്നുണ്ട്. അതിന് പുറമെയാണ് തൻ്റെ കുഞ്ഞു സഹോദരിയുടെ ജീവിതത്തിൻ്റെ പ്രശ്നപരിഹാരത്തിന് വേണ്ടി പൈസ വാങ്ങിയതും. ആ പൈസ നിങ്ങളുടെ ബാങ്കിലിട്ടിട്ടുണ്ടാകും, എന്നാൽ തന്നില്ല എന്ന് പറയാനായിട്ട് കഴിയില്ല എന്ന് പറയുന്നു. കാരണം ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റൊക്കെ മേടിച്ചാൽ കൃത്യമായിട്ടും മനസ്സിലാവുമെന്ന് പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ കാരണമാണ് എൻ്റെ സഹോദരിക്ക് ഗതി വന്നത്. നിങ്ങളെ വെറുതെ വിടില്ല എന്ന് പറയുന്നതും കാണാൻ സാധിക്കുന്നുണ്ട്. തുടർന്ന് എല്ലാം ചെയ്തതിന് അലീന തന്നെ ശിക്ഷ വിധിക്കുകയാണ്. ടെസമോളുടെ ചികിത്സ കൊടുക്കാതെ പണം തട്ടിയ കേസിൽ നമ്മുടെ റീത്താമ്മയെ പോലീസുകാരെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ് നമ്മുടെ അലീന എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. റീത്താമ്മ ആകെ പെട്ടുപോവുകയാണ് എന്ന് കാണാൻ സാധിക്കും. അപ്പോഴാണെങ്കിൽ വേറൊരു വഴിയും റീത്താമ്മയ്ക്ക് മുൻപിൽ തുറന്നു വരുന്നില്ല എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, അപ്പോൾ നിങ്ങൾക്ക് ഈ റിവ്യൂവും കാര്യങ്ങളും ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാണുന്ന എല്ലാവരും ഫുള്ളായിട്ട് കാണാം. തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.